രാമോട്ടാ, അയാളെ ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. ഈ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഇവൻ നമ്മുടെ വരുവൻ തന്നെ. ആ വാ, വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴികൾ ചെന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ, നീ പോയി കിടക്ക്. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. ചോറിനോ വെട്ടി കട അത് പ്രശ്നമാക്കുന്ന കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. ഭക്ഷണം എടുത്തു വെച്ച് പഞ്ചിന് വരുന്നുണ്ട്. എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? ജോലിയല്ല, ഒരു കൊലക്കേസപ്പെട്ട കിടക്കായിരുന്നു. കുത്തും കൊലയൊക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ അവരുടെ മുണ്ടിന് മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ തോത്തി പാർത്താണ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൻ ശോഭനായനെ പഠിക്കണറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്ത്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ ആ ക്ലോക്കിലേക്ക് നോക്കും. 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൊടുത്തിരുന്നു. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ്ക്കാനുള്ള സമയമാണ്. സമജ?